ആർലോയുടെ അച്ഛൻ അവരുടെ ധാന്യപുരയിൽ നിന്ന് ആരോ ചോളം മോഷ്ടിച്ച് കഴിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും സുരക്ഷിതമായി ധാന്യം സൂക്ഷിച്ചിട്ടും അത് മോഷ്ടിക്കുന്നവനെ കണ്ടുപിടിക്കാൻ അവർ തീരുമാനിക്കുന്നു. അതിനായി ആർലോയെ ഏർപ്പെടുത്തുന്നു. ആർലോയും അച്ഛനും ചേർന്ന് കള്ളനെ പിടിക്കാനുള്ള ട്രാപ്പ് റെഡിയാക്കുന്നു. ട്രാപ്പിൽ കുടുങ്ങുന്നവനെ അടിക്കാനായി ഒരു വടിയോ ആർലോയ്ക്ക് കൊടുക്കുന്നു. പേടിത്തൊണ്ടനായ ആർലോ ധൈര്യശാലിയെ പോലെ കള്ളനെ പിടിക്കാനായി ധാന്യപുരയ്ക്ക് കാവൽ നിൽക്കുന്നു. അതേസമയം അവിടേക്ക് ഒരു വണ്ട് പറന്നു വരുന്നു. അവൻ വലിയ ആളെ പോലെ ആ വണ്ടിനെ ഓടിച്ചു വിടുന്നു. ഒരു ഇല വീണപ്പോൾ അതിനോടും അവിടെ നിന്ന് പോകാൻ പറയുന്നു. അപ്പോഴാണ് അവർ സെറ്റ് ചെയ്ത ട്രാപ്പിൽ എന്തോ കുടുങ്ങിയത്. ആർലോ പേടിയോടെ തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് അതിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതൊരു കാട്ടുവാസിയായ കുട്ടിയാണ്. പേടിച്ചുപോയ ആർലോ പതുങ്ങി പതുങ്ങി അതിനടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് അത് അവന്റെ മുന്നിലേക്ക് ചാടുന്നു. ആർലോ പേടിച്ച് പുറകിലേക്ക് പോകുന്നു. ആ കുട്ടി പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നു. അതേസമയം ആർലോ ആ വടിയുമായി അവനെ അടിക്കാൻ വരുന്നു. പക്ഷെ കുറെ സമയം പുറത്തിറങ്ങാൻ ശ്രമിച്ച് ആ കുട്ടിയുടെ കഴുത്തിൽ ട്രാപ്പിലെ വള്ളി കുരുങ്ങുന്നു. അവൻ ശ്വാസം കിട്ടാതെ തളർന്നു വീഴുന്നു. അത് കണ്ട് ആർലോയ്ക്ക് അവനെ ഉപദ്രവിക്കാൻ കഴിയുന്നില്ല. ആർലോ ആ വള്ളി മുറിക്കുന്നു. സ്വതന്ത്രനായ ആ കുട്ടി ആർലോയുടെ നേരെ വരുന്നു. പക്ഷെ അവനെ കണ്ട് പേടിച്ച ആർലോ പുറകോട്ട് നടന്ന് കല്ലിൽ തട്ടി വീഴുന്നു. അവൻ അടുത്തേക്ക് വന്നതും പേടിച്ച് നിലവിളിക്കുന്നു. അപ്പോൾ അവിടേക്ക് വന്ന അച്ഛൻ ആർലോ കള്ളനെ പിടിക്കാത്തതിൽ അവനോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് അവനെയും വിളിച്ച് ആ കുട്ടിയെ ഫോളോ ചെയ്യുന്നു. പക്ഷെ ഒത്തിരി ദൂരം പോയിട്ടും അവർക്ക് അവനെ കണ്ടെത്താനായില്ല. ആർലോ വീണ് കാലിൽ പരിക്ക് പറ്റുന്നു. അപ്പോഴാണ് അച്ഛന് താൻ എന്താണ് ചെയ്തതെന്ന ബോധമുണ്ടായത്. അദ്ദേഹം ആർലോയെയും കൂട്ടി തിരികെ പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അന്തരീക്ഷം മാറി ഇടിയും മിന്നലും മഴയും ഉണ്ടാവുന്നു. നദിയിലെ വെള്ളത്തിന്റെ അളവ് കൂടുന്നു. അപകടം മനസ്സിലാക്കിയ അച്ഛൻ ആർലോയെ ഉയരമുള്ള പാറയിലേക്ക് കയറ്റി നിർത്തുന്നു. അദ്ദേഹവും കയറാൻ ശ്രമിക്കുമെങ്കിലും കഴിയുന്നില്ല. കുതിച്ചു വന്ന മഴവെള്ളം അദ്ദേഹത്തെയും കൊണ്ടുപോകുന്നു. ആർലോയ്ക്ക് അവന്റെ അച്ഛനെ നഷ്ടമാവുന്നു.